ഈ വീട്ടിലെ ഗൃഹനാഥൻ ഇതിനകത്ത് ചില രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വാ, നമുക്കതൊക്കെ ഒന്ന് കണ്ടുവരാം. ഇതാ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ രഹസ്യങ്ങൾ. ചാല കൊറ്റംകുന്നിലെ വർഷാനിവാസിൽ KC രവീന്ദ്രൻ്റെ വീടിൻ്റെ 2ാം നിലയിലെ കിടപ്പുമുറിയിലാണ് നമ്മളിപ്പോഴുള്ളത്. കിടപ്പുമുറിയിലെ ഭിത്തി നിറയെ മനോഹര ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നു. കോവിഡ് ലോക്ക്ഡൗൺ തീർത്ത ആകുലതകളും ഒറ്റപ്പെടലും രവീന്ദ്രനെ ഒരു ചിത്രകാരനാക്കി മാറ്റുകയായിരുന്നു. നമ്മൾ ഈ കാണുന്ന ആളാണ് ഈ ചിത്രം വരച്ച വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഭിത്തി നിറയെ അതിമനോഹരമായ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കോവിഡ് കാലത്തെ ഒറ്റപ്പെടലാണ് ഈ ചിത്രങ്ങളുടെ പിറവിക്ക് കാരണമായത്. ആദ്യം ഈ ചിത്രം ഒന്ന് വരച്ച്, അപ്പോൾ അതിന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. അപ്പം പിന്നീട് ഞാൻ വിചാരിച്ച് കുറച്ച് പെയിൻ്റെല്ലാം വാങ്ങിയിട്ട്, ഞാൻ വാട്ടർ കളറൊന്നുമല്ല, ഇനാമൽ പെയിൻറ്റ് വാങ്ങിയിട്ട് വരക്കാം. ഇത് നമ്മളെ ഇതിൻ്റെ തുണിഷാപ്പിൻ്റെ ഒരു ഇതിൽ കണ്ട ഒരു കുടയാണത്. അത് ഒന്ന് വരയ്ക്കാൻ തോന്നി. അങ്ങനെയാണ് പിന്നെ പത്രത്തിൽ അങ്ങനെ നോക്കിയിട്ട്, അങ്ങനെ ആദ്യമായിട്ട് വരയൊന്നുമില്ല, ചെറുങ്ങനെ ഒരു ഇത് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തിട്ട് അതിനെ പെയിൻറ്റ് കൊണ്ട് നല്ല നേരെയാക്കി എടുക്കുകയ്യ. ഞാനൊരു ചിത്രകാരനല്ല. ഞാൻ ഈ കോവിഡിൻ്റെ സമയത്തുള്ള ഒരു ടൈം പാസ് പോലെ, ഞാൻ എൻ്റെ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഒരു ടൈം പാസ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ മാതൃഭൂമിയിൽ അന്ന് സ്ഥിരമായിട്ട് വായിക്കാറ്, വരുത്തിക്കാറ്. അതിൽ പല ചിത്രങ്ങളും കാണുമ്പോൾ എനിക്ക് വരക്കാൻ പറ്റുന്ന ഒരു ചിത്രം പറ്റുന്നതെങ്കിൽ ഞാൻ അത് വരക്കാൻ തുടങ്ങും. അതിൽ എനിക്ക് നല്ല ഒരു ടൈം പാസും ഈ ലോകത്തിനെ പറ്റിയിട്ടുള്ള ഒരു വിഷമങ്ങളും ഒന്നും എനിക്ക് തോന്നിയില്ല. ആൾക്കാരെല്ലാം ഇങ്ങനെ കണ്ട് നന്നായിട്ടുണ്ട്, അപ്പോൾ അത് എനിക്ക് ഒരു പ്രോത്സാഹനമായി. അപ്പോൾ അങ്ങനെ പിന്നെ ഈ നമ്മൾ വാട്ടർ കളറോ അങ്ങനത്തെയല്ല, ഇനാമൽ പെയിന്റ് വാങ്ങിയിട്ട് അങ്ങനെ വരച്ച് അങ്ങനെയാണ് ഉണ്ടായത്. ആവും വിശപ്പോ ഒന്നും അതിൽ കണ്ടില്ല. നല്ലൊരു മനസ്സിന് ഇത് തീർത്താലേ താഴെ ഇറങ്ങുന്നുള്ള ഇതിൽ നല്ല ഒരു സന്തോഷമാണ് എനിക്കുണ്ടായത്. ഞാനത് ഇടക്കാലത്ത് അത് അവിടെ വെച്ച് കളയത്. അതാണ് പിന്നെ ഈ മുറി ചുമര് നിറയെ വരക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഞാൻ കിടന്നുറക്കുന്ന ഒരു റൂമാണ്. അതിന്റെ ചുമര് നിറയെ വരക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കോവിഡിന് ശേഷം പിന്നെ വരക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഒരു കൊട്ടിയൂർ പെരുമാളിന്റെ ഒരു ഇതാണ് വരച്ചത്. കൊട്ടിയൂർ അമ്പലം അല്ലേ? കൊട്ടിയൂർ നമ്മുടെ മണിത്തറ മുതൽ ഇതില്ലേ. ഈ ചിത്രം എന്താണ്? ഇത് വരെ അങ്ങനെ ഒരു മനസ്സിൽ തോന്നിയിട്ട് അങ്ങനെ ഒരു ചിത്രം വരച്ചു.